ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കേരള ലഞ്ച് മെനുവിൻ്റെ 22nd എപ്പിസോഡാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു സിമ്പിൾ ബട്ട് ഡിഫറെൻറ്റ് മെനു ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ചോറ്, അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പച്ചമാങ്ങ കൊണ്ടൊരു സാമ്പാർ. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പിക്കിളുണ്ട്, പിന്നെ ഞാൻ സ്രാവ് ഒന്ന് വറുത്തെടുത്തു, മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കി, പിന്നെ പപ്പടം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് സ്രാവ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടി ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കാം. സ്രാവ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത മസാല നന്നായിട്ട് ഇരട്ടി വെക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി റെസിപ്പീസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ പച്ചമാങ്ങ തൊലിയോട് കൂടി ഇങ്ങനെ ചതുര കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ചെറിയുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, പിന്നെ ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടിയിൽ എരിവ് കുറവായതുകൊണ്ടാണ് മുളക് പൊടി ഇടുന്നത്. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച മസാല ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ ഈ സാമ്പാർ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് അടുപ്പത്ത് വേണം. ഒരു തിള വന്നിട്ടുണ്ട്. ഞാൻ തോരപ്പരിപ്പ് നന്നായിട്ട് മിക്സിയിൽ കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അടുപ്പത്ത് കിടന്നൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ സാമ്പാർ കുറേ നേരമായിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ വറുത്തിടാനായിട്ട് കടുക്, ഉലുവ, കുറച്ച് ജീരകം, മുളക്, കായപ്പൊടി, പിന്നെ കരിവേപ്പില, ഇത്രയും ഞാൻ നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സാമ്പാറിലേക്ക് ആഡ് ചെയ്യാം. അതിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്തിട്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡിയാവും. അടുത്തതായിട്ട് നമുക്ക് ക്യാബേജും മിക്സ് വെജിറ്റബിൾ തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നും പരിപ്പ് നന്നായിട്ടൊന്ന് ചോന്ന് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ഇത്രയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്താൽ പച്ചക്കറിയൊക്കെ ഒന്ന് നന്നായി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ക്യാബേജും ക്യാരറ്റും ബീൻസും ഒക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ജീരകം, ഇത്രയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജും
ബീൻസും ക്യാരറ്റൊക്കെ ചേർത്ത തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് സ്രാവ് വറുത്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. വറക്കാൻ റെഡിയാവുമ്പോൾ മാത്രം അരിപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു ക്രിസ്പി ടെക്സ്ചർ കൊടുക്കും മീനിന്. അതിനു വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ എണ്ണ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ സ്രാവിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഈ പീസസ് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ, ക്രിസ്പി ആവുന്നവരെ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മുരിയുന്നവരെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്രാവും കൂടി വെന്ത് നന്നായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മീൽ റെഡിയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, സ്രാവ് നന്നായി വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേരള ലഞ്ച് മെനു റെഡിയാണ്. ഈ റെസിപ്പീസൊക്കെ എന്തായാലും വീട്ടിൽ ട്രൈ നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.